ഹായ്, ഗുഡ് മോർണിംഗ്. ജെനി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലാണ് ഉള്ളത്. എൻ്റെ മൂത്ത ബ്രദറിൻ്റെ കൂടെ ഉള്ളത്. അപ്പം നമ്മൾ മലയാളികൾ എനിക്കൊന്ന് ഇപ്പം എല്ലാവരും ഔട്ടിങ്ങിനൊക്കെ പോകും തോന്നുന്നു. എന്നാലും കുറച്ച് പ്രായമുള്ളവർ കുറവായിരിക്കും എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും നമ്മളുടെ പഴയ കാലത്തെ ഓർമ്മകളും ആലപ്പുഴ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ ഫാദറിൻ്റെ അമ്മ വീടൊക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പം കുറേ ഓർമ്മകളുണ്ട് ഇവിടെ. അപ്പം ഇവിടെ എൻ്റെ ബ്രദർ കുറച്ച് നാൾ താമസിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഒരു റിസോർട്ട് എടുത്തു. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിക്കുകയായിരുന്നു, ചെറുപ്പകാലത്തിലെ ആലപ്പുഴയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്, അല്ലെങ്കിൽ ആലപ്പുഴ മാത്രമല്ല, മീൻസ് മാഞ്ഞൂരെക്കുറിച്ച് നിൻ്റെ എന്തൊക്കെയാണ് നിൻ്റെ ഓർമ്മകളിലുള്ള ചെറുപ്പത്തിലെ നിനക്ക് പറയാനുള്ള നല്ല നല്ല കാര്യങ്ങളുണ്ടാവും, ദുരനുഭവങ്ങളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ നീ പറയുകയാണെങ്കിൽ നമുക്കത് പ്രഷർക്ക് വേണ്ടി ചെയ്യാം, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി റെക്കോർഡാകും. നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഓർമ്മകളുണ്ടാവും. അത് പറഞ്ഞാൽ മതി. നമ്മൾ ജനിച്ചു വളർന്നതെല്ലാം മാഞ്ഞൂരാണ്. അവിടുന്ന് ചെറുപ്രായം മുതലേ തറവാടിലായിരുന്നു. ചെറുപ്രായത്തിലെല്ലാം നമ്മൾ മാഞ്ഞൂരായിരുന്നു. നമ്മളെ തറവാട്, ചാച്ചൻ്റെ വീട് തറവാട് ആയിരുന്നു. അപ്പോൾ വല്യമ്മ, ഞാൻ ചെറുമകനായതുകൊണ്ട് എന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ വല്യമ്മ എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും. അപ്പോൾ വല്യമ്മയുടെ വീട് ഈ ആലപ്പുഴയാണ്, കണ്ണങ്കര എന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ വല്യമ്മ എപ്പോൾ പോയാലും അതിൻ്റെ പുറകെ ഞാനുണ്ടാവും. അങ്ങനെയായി ചെറുപ്പം മുതൽ ഏകദേശം ഒരു 1960 മുതൽ ഈ ആലപ്പുഴയായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു സ്ഥലമാണ്, മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലം. അപ്പോൾ അത് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ മാന്നാനം അവിടുന്ന് കുട്ടോപ്പുറത്ത് ബോട്ടിൽ കയറി തണ്ണീർമുക്കത്ത് വന്നിറങ്ങി അവിടുന്ന് പിന്നെ ഞങ്ങളെ വീടുകളിലേക്ക് പോകുന്ന അപ്പോൾ ഈ കായൽ കടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കായൽ നേരെ അക്കരക്കരയിൽ ഇക്കരക്കരയൊക്കെ ഇട്ടുമ്പോൾ ഈ തണ്ണീർമുക്കം, ആലപ്പുഴ ഇതെല്ലാം ആകുന്നത്. അങ്ങനെ ഇവിടെ വന്ന് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു പ്രാവശ്യം ഞങ്ങൾ വള്ളത്തേൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി മാഞ്ഞൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ കയറി കായലിൻ്റെ പകുതി എത്തുമ്പോൾ കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ്, ഒരു രക്ഷയില്ല. വള്ളം ഇപ്പോൾ ഞങ്ങൾ 5-6 പേരും ഉണ്ട്. എല്ലാവരും കരയാനും തുടങ്ങി, പേടിച്ച്. അവസാനം ആ വള്ളത്തിൻ്റെ തുഴഞ്ഞിട്ട് ആൾ ഭയങ്കര സമർത്ഥനായിരുന്നു. അയാൾ ആ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് വള്ളം വിട്ട് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരം പോയിട്ട് കരക്കടിപ്പിച്ചു. പിന്നെ ആ കരക്കയുടെ സൈഡിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ വേമ്പനാട് കായലുമായി ചെറുപ്പം മുതൽ അനുബന്ധമുള്ളത്. ഇപ്പോൾ ബോട്ടയിലും വള്ളത്തേലും ഒക്കെ വല്യമ്മയുടെ വീട് ഇവിടെ ആയതുകൊണ്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് മാഞ്ഞൂരിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. കിഴക്കൻ പ്രദേശമാണല്ലോ മാഞ്ഞൂർ, ഇത് പടിഞ്ഞാറ് സ്ഥലമല്ലേ, ചക്ക, മാങ്ങ, കപ്പ, അങ്ങനത്തെ എല്ലാം. അപ്പോൾ അവിടുന്ന് വള്ളത്തിൽ കയറിയിട്ട് വള്ളം തുഴഞ്ഞിട്ടാണ് നേരെ ഇവിടെ വരിക. അതൊക്കെ ഒരു കാലഘട്ടം. ഇപ്പോൾ അതെല്ലാം പോയില്ലേ.